എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഇനത്തിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി ധനമന്ത്രി അറിയിച്ചത്. മുടങ്ങിക്കിടക്കുന്ന 3 മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മെയ് മാസം മുതൽ വിതരണം ചെയ്തു തുടങ്ങും. 26.67 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക. 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തി തുക കൈമാറും. പെൻഷൻ തുക വിതരണത്തിലേക്കായി 1800 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളുടെ ഭാഗമായി പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് ഉത്തരവ് നൽകി. കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണിപ്പോൾ വിതരണം ചെയ്യുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ശേഷിക്കുന്ന 2 ഗഡു കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. മെയ് മാസം 25ഓടുകൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. മെയ് മാസം 20ഓടുകൂടി പെൻഷൻ വിതരണ നടപടികൾക്കായി സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഇതിനുശേഷമുള്ള ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും.